പാലക്കാടിന്റെ മനസ്സ് ആർക്കൊപ്പം? വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. ആകാംക്ഷയ്ക്ക് വിരാമമാവാൻ 2 ദിവസങ്ങൾ മാത്രം. പാലക്കാട് നിന്നും മുകേഷ് ലാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൽപ്പാത്തി രഥോത്സവം കഴിഞ്ഞതിന്റെ നിറവും മധുരവും ഒന്നും ഇനിയും അവസാനിച്ചിട്ടില്ല. പാലക്കാടിന്റെ ഹൃദയഭൂമിയിലാണ് കൽപ്പാത്തി. പാലക്കാടിലെ തിരഞ്ഞെടുപ്പിന്റെ ആവേശവും ആ പോരാട്ട ചൂടുമെല്ലാം ഏറ്റവും തീവ്രമായത് ഈ കൽപ്പാത്തി തെരുവീതികൾ തന്നെയാണ്. കൽപ്പാത്തി രഥോത്സവം മൂലമാണ് നവംബർ 13-ന് നടക്കേണ്ടിയിരുന്ന, ചേലക്കരയ്ക്കും വയനാടിനുമൊപ്പം നടക്കേണ്ടിയിരുന്ന തിരഞ്ഞെടുപ്പ് നവംബർ 20-ലേക്ക് മാറ്റിയതും. ഏറ്റവും ഒടുവിൽ പാലക്കാടിന്റെ ജനമനസ്സ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി 2 നാൾ മാത്രമുള്ള കാത്തിരിപ്പാണ്. അപ്പോഴറിയാം ആരാണ് വാഴുക, ആരാണ് വീഴുക, കോട്ട പിടിക്കുക ആരാണെന്ന്. എത്രയോ വിഷയങ്ങളിലൂടെ ഇത്തവണ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കടന്നുപോയി. ഈ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരുപാട് ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പുകൾ എപ്പോഴും വലിയ ആവേശം സമ്മാനിക്കുന്നതാണ്. പക്ഷേ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ പോലെ വീറും വാശിയും നിറഞ്ഞ ഒരു ഉപതെരഞ്ഞെടുപ്പ് സമീപകാലത്തൊന്നും കേരളം കണ്ടിട്ടില്ല. ഒപ്പം തന്നെ ഒട്ടേറെ വിവാദങ്ങളും, നീല ട്രോളി ബാഗും കള്ളപ്പണവും ഏറ്റവും ഒടുവിൽ പരസ്യ വിവാദവും ഉൾപ്പെടെ ഒട്ടേറെ വിവാദങ്ങളിലൂടെയും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കടന്നുപോയി. ഒരുപാട് കൂറുമാറ്റങ്ങൾ കണ്ടു. LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എത്തിയത് UDFന്റെ കോൺഗ്രസിന്റെ മുഖമായിരുന്ന സരിനായിരുന്നു. അതിനുശേഷം BJPയുടെ മുഖവും വാക്കുമായിരുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തിയതും നമ്മൾ കാണുകയുണ്ടായി. അത്തരം ഒട്ടേറെ വിവാദങ്ങളിലൂടെ കടന്നുപോയ വലിയ വാക്പോരിനെ സാക്ഷ്യം വഹിച്ച പാലക്കാടിന്റെ ജനമനസ്സ് രേഖപ്പെടുത്തി കഴിയുമ്പോൾ ആർക്കായിരിക്കും മുൻതൂക്കം? വലിയ പ്രതീക്ഷയാണ് UDF പുലർത്തുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ഈ മണ്ഡലം നിലനിർത്താനാവുമെന്ന്, ഷാഫി പറമ്പലിന്റെ തുടർച്ചയാകുമെന്ന് UDF കരുതുമ്പോൾ, ഇതുവരെ 2ാം സ്ഥാനത്തുണ്ടായിരുന്നതിൽ നിന്ന് 1ാം സ്ഥാനത്തേക്ക് എത്തുമെന്ന് കൃഷ്ണകുമാർ, NDAയുടെ BJPയുടെ കൃഷ്ണകുമാർ പക്ഷം പ്രതീക്ഷിക്കുന്നു. ഒപ്പം കോൺഗ്രസിൽ നിന്ന് LDFിലേക്ക് വന്ന P സരിന്റെ മുഖത്തിലൂടെ സരിനാണ് ശരിയെന്നാണ് അവർ ഇവിടെ പ്രചാരണം നടത്തിയിരുന്നത്. സരിനിലൂടെ ഈ മണ്ഡലത്തിൽ വെഞ്ഞുകൊടി പാറിക്കാൻ സാധിക്കുമെന്ന് ഇടതുപക്ഷവും കരുതുമ്പോൾ പാലക്കാടിന്റെ മണ്ണിൽ കാത്തിരിപ്പാണ്. കേരള രാഷ്ട്രീയം കാത്തിരിക്കുകയാണ്. വയനാടിനേക്കാൾ ചേലക്കരയേക്കാൾ വലിയ ആവേശപൂർവ്വം തെരഞ്ഞെടുപ്പ് നടന്ന പാലക്കാട് ആര് വെഞ്ഞുകൊടി പാറിക്കുമെന്ന് നമുക്കും കാത്തിരുന്ന് തന്നെ കാണാം. പാലക്കാടിലെ കൽപ്പാത്തി അഗ്രഹാര വീതിയിൽ നിന്ന് ക്യാമറമാൻ പ്രവീണിനോടൊപ്പം മുകേഷ് ലാൽ.